ദൈവത്തിൻ്റെ തന്നെ നാമത്തിന് മഹത്വം ഉണ്ടായിരിക്കും. ഒരു പ്രിയ ദൈവ ജനമേ, ഇന്ന് പരിശുദ്ധ ദൈവമാതാവിനോടുള്ള വചനപ്പിൻ്റെ ദിവസമാണ്. കന്യാമാതാവിനോട് ദൈവസന്നിധിയിൽ നിന്ന് വന്ന ഗബ്രിയേൽ പറയുന്നു, കൃപ നിറഞ്ഞവളെ, നിനക്ക് സമാധാനം. സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളെ, നമ്മുടെ കർത്താവ് നിന്നോട് കൂടെ ഉണ്ട് എന്ന്. കന്യയായ മറിയാം ഇതിൽ ആശ്ചര്യപ്പെട്ട് ഈ സമാധാനം എന്താകുമെന്ന് വിചാരിച്ച് നിൽക്കുമ്പോൾ മാലാഖ അവളോട് പറഞ്ഞു, മറിയമേ, നീ ഭയപ്പെടേണ്ട, എന്നാൽ ദൈവസന്നിധിയിൽ നിന്ന് നിനക്ക് കൃപ ലഭിച്ചിരിക്കുന്നു. ഇതാ, നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കുക. നീ അവനെ യേശു എന്ന പേര് വിളിക്കണം. അവൻ മഹാനാവും, അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. ദൈവമായ കർത്താവ് പിതാവായ ദാവീദിന്റെ സിംഹാസനം അവന് കൊടുക്കും. അവൻ യാക്കോബ് ഗൃഹത്തിൽ നിന്ന് എന്നേക്കും രാജാവായിരിക്കും. അവന്റെ രാജ്യത്വത്തിന് അവസാനം ഉണ്ടാകുകയുമില്ല. പിന്നീട് വരുന്ന സംഭാഷണങ്ങളെല്ലാം നമുക്കറിയാം. മാതാവ് പറയുന്നു, ഞാൻ പുരുഷനെ അറിയുന്നില്ല, പിന്നെ എങ്ങനെ ഇതൊക്കെ സംഭവിക്കും? ഗബ്രിയേൽ മാലാഖ വീണ്ടും പറയുന്നു, നിന്റെ ചാർച്ചക്കാരിയായ എലിശബ കൂടിയും വാർദ്ധക്യത്തിലെ പുത്രനെ ഗർഭം ധരിച്ചിരിക്കുന്നു. മച്ചി എന്ന് വിളിക്കപ്പെട്ടിരുന്നവർക്ക് ഇത് 6-ാം മാസമാണ്. എന്നാൽ ദൈവത്തിനൊന്നും അസാധ്യമല്ല. വിത്ത് പ്രൂഫ് God is given how God is acting to the people, how God is helping to his people. With proof, living proof. വാർദ്ധക്യത്തിലായിരുന്ന എലിശബാമ്മ 6 മാസം ഗർഭിണിയാണ്. സകലരാലും ബന്ധി എന്ന് വിളിക്കപ്പെട്ട ആക്ഷേപിക്കപ്പെട്ടിരുന്ന വൃദ്ധയായ എലിശബാമ്മ 6 മാസം ഗർഭിണിയാണ്. ആ തരുണത്തില് യുവതിയായ നിനക്ക് ഗർഭം ധരിക്കുക എന്നുള്ളത് നിഷ്പ്രയാസമാണ്. കാരണം ദൈവത്തിൻ്റെ ആത്മാവാണ് നിങ്കിലേക്ക് വന്ന് മാംസമായി തീരാൻ പോകുന്നത്. ഞാൻ പുരുഷനെ അറിയുന്നില്ല എന്ന് കന്യകയായ മറിയാം പറഞ്ഞപ്പോൾ ദൈവസന്നിധിയിൽ നിന്ന് വന്ന ഗബ്രിയേൽ മാലാഖ ഉറപ്പിച്ച് പറയുകയാണ്, നീ ഗർഭം ധരിക്കുവാൻ പോകുന്നത് പരിശുദ്ധാത്മാവിനാലാണ്. പിതൃപുത്ര പരിശുദ്ധാത്മാവായ ദൈവം ഇറങ്ങി വന്ന് വസിച്ച നിർമ്മല ഗർഭപാത്രമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എന്നുള്ള മാതാവിന്റെ മധ്യസ്ഥ പ്രാർത്ഥനയെ നമ്മൾ അപേക്ഷിച്ച് പറയുന്നു. ദൈവം ഇറങ്ങി വസിച്ച് വാസം ചെയ്ത കന്യകാമറിയാമിന്റെ ഉദരം എത്രയോ ശ്രേഷ്ഠമാണ്. പണ്ടുകാലത്ത് നടന്ന ഒരു സംഭവമായിട്ട് നമ്മളിത് കാണുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ് എന്ന് ഞാൻ പറയുന്നു. കാരണം ഓരോ പരിശുദ്ധ കുർബാനയിലും പിതൃപുത്ര പരിശുദ്ധാത്മാവായ ദൈവം എൻ്റെയും നിങ്ങളുടെയും ഉദരത്തിലും ഹൃദയത്തിലും ജീവിതത്തിലും വന്ന് വസിക്കുന്നുണ്ട്. ശരിയാണോ? അല്ല. വചനം മാംസമായി കന്യകമറിയാമിന്റെ ഉദരത്തിൽ ഒരു പ്രാവശ്യം ഉരുവായുവെങ്കിൽ ഓരോ പരിശുദ്ധ കുർബാനയിലും ദൈവം ഇറങ്ങി വന്ന് നമ്മളോടൊപ്പം വസിക്കുന്നുണ്ട്. സൃഷ്ടിയുടെ മകുടമായ മനുഷ്യനെ അത്രമാത്രം ദൈവം സ്നേഹിക്കുന്നു, ദൈവം മാനിക്കുന്നു, ദൈവം കരുതുന്നു. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, ആര് എൻ്റെ രക്തം പാനം ചെയ്യുകയും എൻ്റെ ശരീരം ഭക്ഷിക്കുകയും ചെയ്യുന്നുവോ അവനിൽ ഞാനും അവൻ എന്നിലും വസിക്കുന്നു. അതാണ് ദൈവവചനം നമ്മളെ പഠിപ്പിക്കുന്നത്. ഇവിടെ പരിശുദ്ധ കുർബാന അനുഭവിച്ചിട്ട് നിങ്ങൾ വെളിയിലേക്ക് പോകുമ്പോൾ മറിയാം ചെയ്ത ഉത്തരവാദിത്വങ്ങൾ നമ്മൾ ചെയ്യണം.
Do you know what Maryam did after receiving all these conversations and receiving the conception? What she did? What Maryam did in the past? It says in the Bible. She had a travel. മലമുകളിലേക്ക് കയറിപ്പോയി. എവിടോട്ടാ പോയത്? She visited Mother Elizabeth. അവിടെ പ്രസവകാലം മുഴുവനും എലിശുബാമ്മയുടെ പ്രസവം എടുത്തതുവരെയും ഈ കന്യകയായ മറിയാമാണ് എന്ന് നമുക്ക് പറയാം. കുഞ്ഞിനെയും കണ്ട് കളിപ്പിച്ച് സന്തോഷത്തോടു കൂടിയാണ് തിരിച്ച് ഭവനത്തിലേക്ക് വരുന്നത്. ശുശ്രൂഷയിലേക്ക് അവർ പ്രവേശിച്ചു. യേശുമിശിഹായും തിരുശരീര രക്തങ്ങൾ നമുക്ക് വാഴ്ത്തി വിഭജിച്ച് തന്നതിന് ശേഷം പറഞ്ഞത് ഇതാണ്: ഞാൻ ചെയ്യുന്നത് പോലെ നിങ്ങൾ ചെയ്യണം. യേശുമിശിഹ എന്താണ് ചെയ്തത്? He washed the legs of disciples and said, എന്താ പറഞ്ഞത്? നിങ്ങളിൽ വലിയവനാകാൻ ആഗ്രഹിക്കുന്നവൻ നിങ്ങളുടെ ശുശ്രൂഷകനാണ്. ഇന്ന് പരിശുദ്ധ സഭ നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന ഏറ്റവും മനോഹരമായിട്ടുള്ള ദൗത്യം അത് തന്നെയാണ്. ശുശ്രൂഷിക്കുക, മറ്റുള്ളവരെ ശുശ്രൂഷിക്കുക. ഞാൻ അഭിമാനം കൊള്ളുന്നു, നമ്മുടെ വികാരിച്ചനും കുറച്ച് പേരും കൂടെ കാണുമായിരിക്കും, ബ്രസീലിലേക്ക് ശുശ്രൂഷയ്ക്ക് പോവുകയാണ്, ആ മിഷൻ പ്രവർത്തനത്തിന് പോവുകയാണ്. കർത്താവിൽ നിന്ന് ഏറ്റ ശുശ്രൂഷ മറ്റുള്ളവർക്ക് പ്രദാനം ചെയ്യാൻ വേണ്ടി നമ്മൾ കടപ്പെട്ടിരിക്കുന്നു. കന്യകാമറിയാം എലിശുബാമ്മയുടെ അരികിലേക്ക് പോയി അവളെ ശുശ്രൂഷിച്ചുവെങ്കിൽ യേശുക്രിസ്തുവിന്റെ തിരുശരീര രക്തങ്ങൾ ഓരോ വിശുദ്ധ കുർബാനയിൽ നിന്നും അനുഭവിക്കുന്ന നമ്മളും പരസ്പരം ശുശ്രൂഷിക്കാൻ കടപ്പെട്ടവരാണ്. അതാണ് സ്നേഹവും മാനവും ഉൾക്കൊള്ളുന്ന കർത്തൃ ശുശ്രൂഷയുടെ ഒരു ഭാഗം. മാതാവ് ഈ ഉന്നതമായ ദൗത്യം, ലോകരക്ഷകനെ പ്രസവിക്കുക എന്നുള്ള ദൗത്യം സ്വീകരിച്ച് അവൾ ഗർഭവതിയായി വേറൊരു ഗർഭിണിയായ സ്ത്രീയെ ശുശ്രൂഷിക്കുന്നതിന് വേണ്ടി പോകുന്നു. ഗർഭിണിയായിട്ടുള്ളവർക്കറിയാം എത്രമാത്രം ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഉണ്ടാകുന്ന സമയങ്ങളാണ് അറിയുന്നത്. പ്രത്യേകിച്ച് ആദ്യമായിട്ടുള്ള ഗർഭധാരണത്തിലൊക്കെയുള്ള ഭർത്താക്കന്മാരാൽ നമുക്കറിയാം നമ്മുടെ ഭാര്യമാരുടെ വിഷമങ്ങളും കാര്യങ്ങളും, നമ്മുടെ അമ്മമാരുടെ വിഷമങ്ങളിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കാം. ഈ വിഷമങ്ങളെല്ലാം മാറ്റിവെച്ച് ശുശ്രൂഷയിലേക്ക് കടക്കുന്ന ദൈവമാതാവ്. നമ്മൾ റെഡിയാണോ? നമുക്കൊരു പ്രയാസമോ ബുദ്ധിമുട്ടോ ഉണ്ടായാൽ മറ്റുള്ളവരൊരു കാര്യം നമ്മളോട് ആവശ്യം നിറവേറ്റിത്തരണമെന്ന് ചോദിച്ചാൽ നമ്മൾ സന്തോഷത്തോടുകൂടി സംതൃപ്തിയോടും കൂടിയാണ് അവരെ സഹായിക്കുന്നത് ചിന്തിക്കുക. എനിക്ക് ആരോഗ്യവും ധനവും സമയവുമുണ്ട്, എന്നാൽ ശുശ്രൂഷ മനോഭാവത്തിലേക്ക് ഞാൻ പോകുന്നില്ല എങ്കിൽ എനിക്കതുകൊണ്ട് എന്താണ് വേണ്ട? If you are serving the needed people, the deserving people in time, it will be appreciated in front of God and among the people. Those who are receiving the service and those who are rendering the service to others will be glorified in front of God. മാതാവിനതാണ് സംഭവിച്ചത്. മാതാവ് ശുശ്രൂഷയെല്ലാം കഴിഞ്ഞ് അവളും പുത്രന് ജന്മം നൽകി. ആ പുത്രൻ ആരാണ് എന്ന് മാലാഖ ഗബ്രിയേൽ മാലാഖ പറയുന്നുണ്ട്. അവൻ ആരാണ് എന്ന്, അവന്റെ രാജാവാണ്, സകലരുടെയും നാഥനാണ്, അവന്റെ സിംഹാസനത്തിന് മാറ്റമില്ല, ദൈവമാണ് എന്ന് വളരെ വ്യക്തമായിട്ട് പ്രഖ്യാപിക്കുന്നു. ദൈവം ഇറങ്ങി വന്ന് വസിച്ചിട്ടും ദൈവമാതാവിന്റെ എളിമയ്ക്ക് യാതൊരു കുറവുമില്ല. ദൈവം ഇറങ്ങി വന്ന് വസിച്ചിട്ടും ദൈവമാതാവിന്റെ എളിമയ്ക്ക് ഒരു കുറവുമില്ല. നമ്മളിന്ന് സൊസൈറ്റിയിലേക്ക് മുന്നോട്ട് പോകുമ്പോൾ
നല്ലൊരു ജോലി കിട്ടിയാൽ, കുറച്ച് ശമ്പളം കൂടുതൽ കിട്ടിയാൽ, നല്ലൊരു വണ്ടിയിലാണ് നമ്മൾ യാത്ര ചെയ്യുന്നതെങ്കിൽ 4 പേരെ കാണിക്കുന്നതിന് വേണ്ടി പലരും മുന്നിട്ടാണ്. ചെറിയ രീതിയിൽ നോക്കുകയാണെങ്കിൽ നല്ല കാര്യമാണ്. പക്ഷേ അതിന് കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഇറങ്ങിത്തിരിക്കുന്നുണ്ട്. നല്ല വേഷവിധാനങ്ങൾ ധരിച്ചിട്ടുണ്ടെങ്കിൽ അത് എക്സ്പോസ് ചെയ്യാൻ വേണ്ടി ചിലർ ശ്രമിക്കും. അതൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങൾ. എന്നാൽ അതിനേക്കാളും വലിയ കാര്യമാണ് കന്യക മാതാവിന് ദൈവത്തെ പ്രസവിക്കുവാൻ കിട്ടിയ അവസരം, ദൈവത്തെ വഹിച്ച് മറ്റുള്ളവർക്ക് കൊടുക്കുവാൻ കിട്ടിയ അവസരം. ആ വലിമയിൽ, ആ വലിപ്പത്തിൽ, ചെറുമയിലേക്ക് വന്ന, എളിമയിലേക്ക് വന്ന കന്യക മറിയം നമുക്ക് വലിയ പാഠങ്ങളാണ് തരുന്നത്. നാം എത്രമാത്രം അനുഗ്രഹിക്കപ്പെട്ടവരാണെങ്കിലും ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ മറ്റുള്ളവരുടെ മുമ്പിൽ എളിമപ്പെട്ട് മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ കൂടുതൽ അനുഗ്രഹീതരായിട്ട് നമ്മൾ അനുഗ്രഹിക്കപ്പെടും. കർത്താവിൻ്റെ അമ്മ പറയുകയാണ്, ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വചനം എന്നിൽ നിറവേറട്ടെ. ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വചനം എന്നിൽ നിറവേറട്ടെ. അവൾ ഉടനെ പറഞ്ഞില്ല ഞാൻ ദൈവത്തിൻ്റെ അമ്മയാണ് എന്ന്. ദൈവത്തിൻ്റെ അമ്മയാണെന്ന് പ്രഖ്യാപിച്ചത് ആരാന്നറിയാമോ? ആദ്യമായിട്ട് കന്യാമറിയാത്തെ ദൈവത്തിൻ്റെ അമ്മ എന്ന് വിളിച്ചതാരാ? Who called Virgin Mary Mother of God firstly? എലിശബാമ്മയാണ്. അവിടെയാണ് വലിയ സ്തുതിഗീതങ്ങളൊക്കെ നമ്മൾ ഇനി അടുത്ത ആഴ്ചകളിൽ കേൾക്കാൻ പോകുന്നത്. ഈ ദൈവമാതാവിൻ്റെ എളിമയും വിനയവും സമർപ്പണവും ദൈവത്തിലുള്ള അടിയുറച്ച വിശ്വാസവും നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം. ബാലികയായ ഈ കുഞ്ഞ് ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ നിന്ന് വന്ന ഗബ്രിയേൽ മാലാഖ പറഞ്ഞതനുസരിച്ച് വിശ്വസിച്ച് ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ മുട്ടുകളെ മടക്കി ദൈവത്തിൻ്റെ ഇഷ്ടം അതാണെങ്കിൽ അതെന്നിൽ നിറവേറട്ടെ എന്ന് പറഞ്ഞ് സമർപ്പിച്ച അമ്മ. നമ്മുടെ ജീവിതത്തിലും അപമാനങ്ങളും അപകീർത്തികളും ഒക്കെ ഉണ്ടാകുമ്പോൾ ദൈവമേ നിന്റെ തിരുനാമ മഹത്വത്തിന് വേണ്ടി ഞാൻ അതിനെ സ്വീകരിക്കുന്നു, എന്നോടും എനിക്കിതിനെ ഇടവഴിക്കരുത്, കരുണയുണ്ടാകണമെന്ന് പ്രാർത്ഥിക്കാനിരിക്കുന്നുണ്ട്. നമുക്ക് ഉണ്ടെങ്കിൽ നമ്മുടെ നല്ല ക്രിസ്ത്യാനികളാണ്. ദൈവം എന്നിലും നിങ്ങളിലും വന്ന് വസിക്കട്ടെ. ദൈവം എന്നിലും നിങ്ങളിലും വന്ന് വസിക്കുന്ന ഓരോ വശത്ത് കുർബാനയിലും അവനെ സ്വീകരിച്ച് കന്യകാമറിയാൻ ഗർഭം ധരിച്ചുവെങ്കിൽ നാം നമ്മുടെ ദൈവത്തെ നമ്മുടെ ഹൃദയത്തിലും നമ്മുടെ മനസ്സിലും നമ്മുടെ ചിന്തകളിലും ആവാഹിച്ചുകൊണ്ട് വഹിച്ചുകൊണ്ട് നാം വെളിയിലേക്ക് പോകണം. കർത്താവിന് സാക്ഷ്യം നൽകണം. എൻ്റെ ദൈവം എന്നോട് കൂടെയുണ്ട്, നിങ്ങൾ സന്തോഷിക്കുക. നമ്മുടെ ദൈവം നമ്മളോട് കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ മറ്റുള്ളവർ പറയുന്ന നല്ലൊരു വാക്കുണ്ട്, ഗോഡ് ബ്ലെസ് യു, ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ എന്ന് മറ്റുള്ളവരെ കാണുമ്പോൾ പറയണം. ദൈവം നിന്നെ സ്നേഹിക്കുന്നുവെന്ന് പറയണം. നിനക്ക് നല്ലൊരു ദിവസം ഉണ്ടാകട്ടെ എന്ന് പറയണം. നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന നല്ല ആത്മാവിൻ്റെ ചൈതന്യമുള്ള വാക്കുകളാണത്. കന്യാമറിയാമും അവിടെ പോയി എലിശബാമ്മയുടെ അരിയിൽ പോയി പറഞ്ഞ അതൊക്കെയാണ്. എലിശബാമ്മയും കന്യാമാതാവിനോട് പറഞ്ഞ കാര്യങ്ങൾ ഇതാണ്, നീ അനുഗ്രഹിക്കപ്പെട്ടവളാണ്. ഈ ഗബ്രിയേൽ മാലാഖയും ദൈവത്തിൻ്റെ തിരുസന്നിധി വന്ന് കന്യാമാതാവിനോട് പറഞ്ഞ വാക്കുകളാണ്. കന്യാമറിയാമേ, നീ യു ആർ ബ്ലെസ്ഡ്, യു ആർ ബ്ലെസ്ഡ്. Are you blessed? Are you blessed? Yes. How? How are you blessed? How you be blessing? How are you blessed? Anybody can say. You said you are blessed. How? ഒരുപാട് കാര്യങ്ങളിലൂടെ നമ്മൾ ബ്ലെസ്ഡ് ആയിട്ടുണ്ട്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബ്ലെസ്സിങ് ആണ് വിത്ത് ദി ഹോളി കുർബാന. കർത്താവിൻ്റെ തിരുശരീര രക്തങ്ങളാൽ നമ്മൾ അനുഗ്രഹിക്കപ്പെട്ടവരാണ്. പരിശുദ്ധ മാതാവും ദൈവമാതാവും ആദ്യം അനുഗ്രഹിക്കപ്പെട്ടത് കർത്താവിൻ്റെ ആ വചനമാവുന്ന ഈ മാംസ രക്തങ്ങൾ കൊണ്ടാണ്.
അവൻ മാതാവ് ഒരു കുഞ്ഞിനെ നൽകിയെങ്കിലും നമ്മൾ ഒരുപാട് ഈശോയെ, ഒരുപാട് ക്രിസ്തുവിന് ലോകത്തിന് നൽകണം. ക്രിസ്തുവിൻ്റെ സ്നേഹവും ക്രിസ്തുവിൻ്റെ സഹാനുഭൂതിയും ക്രിസ്തുവിൻ്റെ വാത്സല്യവും യേശുമിശിഹായുടെ ആ താഴ്വായ്മയും നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കുമ്പോൾ നമ്മൾ വീണ്ടും ശ്രേഷ്ഠരായിരിക്കും. ദൈവം നമ്മളെ സമൂഹമായിട്ട് അനുഗ്രഹിക്കട്ടെ. മുന്നമേ ക്രിസ്മസിൻ്റെ എല്ലാവിധ ആശംസകളും നിങ്ങൾക്ക് നേരുന്നു. ദൈവം വീണ്ടും നമ്മളിൽ വന്ന് വസിച്ച് അനുഗ്രഹം പാടട്ടെ. നമുക്ക്